എടി ഫോൺ വെച്ചാണ് നീ. എനിക്കിപ്പം നിൻ്റെ കൂടെ സംസാരിക്കാനുള്ള സമയമില്ല. ഞാൻ അയൽക്കൂട്ടത്തിന് പോകണം. സമയത്തിന് ചെന്നില്ലെങ്കിലേ എനിക്ക് 10 രൂപ ഫൈൻ അടിക്കും. ആ ലതേന്ന് പറയുന്ന ഒരു ചെണ്ടടി അവിടെ, അവളെ വായിന്ന് കേട്ടാണ്ടല്ലേ നമ്മളെ ചെവിന്ന് പൊന്നീച്ച പറക്കും. ഓ നീ ഒന്ന് വെച്ചാണ്, എനിക്ക് സമയം പോയി. ചുമ്മാ ഇരിക്കുമ്പോൾ അവളൊന്നും വിളിക്കത്തില്ല. 10 ഞോണെങ്കിലും അങ്ങ് പറയായിരുന്നു. ശൂല്ല, അവരൊക്കെ വരുന്നതിന് മുമ്പ് ഈ പാത്രങ്ങളൊന്നും കഴുകി തീർന്നാൽ മതിയായിരുന്നു. എടി മിനി, നിന്റെ പാത്രം കഴുകൊക്കെ ഇതുവരെ തീർന്നില്ല. എപ്പോ ഈ പാത്രം കഴുകി തീരായി? അയൽക്കൂട്ടം കൂടണ്ടേ? ചേച്ചി കൂടെ വിചാരിച്ച നമുക്ക് പെട്ടെന്ന് കഴുകി തീർക്കാം. അല്ലേലും എന്നും നിനക്ക് എന്നെ കാണുമ്പോ ഇത് എന്നല്ലേ പാത്രം കഴുകൊക്കെ. ചേച്ചിയുടെ തലയോടെ പറയാൻ പറ്റുള്ളൂ. അവളുമാരടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവളുമാരെന്നെ കടിച്ച് കീറി കൊന്നാളെവിടെ ചേച്ചി. ഞാൻ പാത്രവും കഴുകി തരാം, നിന്റെ വീടും തുടച്ചു തരാം. എനിക്ക് നാളെ ലോൺ അടയ്ക്കാനുള്ള പൈസ, നീ പിരിയുന്ന പൈസ എനിക്ക് ഇന്ന് തരണേ. എനിക്കിന്ന് നാളെ 650 രൂപ എനിക്ക് ഫീസ് അടയ്ക്കാനാ? അല്ലടി, എനിക്ക് വയ്യ, എനിക്ക് ലോൺ അടയ്ക്കാനടി. എനിക്ക് പാത്രം കഴുകണ്ട, അകവും തുടയ്ക്കണ്ടേ. പോയി ഫ്രണ്ടിൽ പോയി മിൻസ് ബുക്ക് എടുത്ത് പോയി പോ. നീ ഒരു കാര്യം അറിഞ്ഞാ? ഞാനെങ്ങനെ അറിയാനാണ്? നീ ഇല്ല രവിയുടെ മോളെ ഒരു ബംഗാളിയുടെ ഒളിച്ചോടി പോയി. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെൺപിള്ളേരെല്ലാം അങ്ങനെ തന്നെ. അവൾ ഇന്നാളല്ലേ ഒരു പയ്യൻ്റെ ഒളിച്ചോടി പോയത്. ഈ കാലഘട്ടത്തെ കാണാൻ ജനിച്ചാൽ മതിയായിരുന്നു പൊന്നെ. കിളവിയുടെ ഒരു പോതി. പാത്രം എങ്ങനെ അവിടെ കിടക്കട്ടെ, പിന്നെ എങ്ങനെ കഴുകി എടുക്കാം. നിങ്ങളവിടെ പോണു? ഞാൻ സുരേഷിന്റെ വീട്ടിൽ പോണു. അപ്പുറത്തല്ലേ സുരേഷിന്റെ വീട്? അവിടെ വെറുതെ ഒന്ന് പോണ വഴി. പിന്നെ എനിക്ക് ഞാൻ നിന്റെ വീട്ടിൽ വെച്ച് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് ചോദിക്കാണ്. നീ എന്നിന്റെ അമ്മയെ കിടന്ന് ഇങ്ങനെ വഴക്കുറ? നിന്റെ സ്വന്തം അമ്മയായിട്ട് കണ്ടുപിടി നിനക്ക്? എന്റെ സ്വന്തം അമ്മയായിട്ട് കണ്ടിട്ടാണ് അത് ഇന്നവര് ജീവിച്ചിരിക്കണത്. ചുമ്മാ അല്ല, എന്റെ അമ്മയും പറഞ്ഞായിട്ട് അവരെ മോളായിട്ട് കാണുന്നതാണ് നിന്റെ വെറുതെ. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരിക്കലും പൊഞ്ചൂല. നിങ്ങളെ കാര്യം നോക്കിയാണ്. അണ്ണമ്മ ചേച്ചി രവിയുടെ വീട്ടിലോട്ട് പോയടാ. എന്തിനാ ഇവർക്ക് ഇത് വലിച്ചു വിടുന്നത്? ശ്വാസമൊക്കെ പോഞ്ചു പോലെ ഇരിക്കണം എന്നല്ലേ പറയണം. നിനക്ക് അറിഞ്ഞുകൂടെ ഇതൊന്നും? ആര് പറഞ്ഞു? ആരെങ്കിലും ഒക്കെ പറയും. നീ അങ്ങോട്ട് അങ്ങോട്ട് എണീച്ച് പോയാണ്. ഇവിടെ അയൽക്കൂട്ടം കൂടട്ടെ. ചേച്ചി ആരും വന്നില്ലേ? ഞാൻ വരാൻ താമസിക്കാൻ നിങ്ങൾ പടർന്ന് ചാടുമല്ലോ. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായാ മതി. എന്താടി നിന്റെ അമ്മാവി വല്ലതും പറഞ്ഞ? നിന്നെ അമ്മാവി പറയണൊക്കെ അവിടെ നിക്കട്ട്. ചേച്ചി കണക്ക് നോക്കി ചേച്ചി, കണക്കറിയണം. കഴിഞ്ഞ ആഴ്ച ഞാൻ ശ്രീലതയിൽ പൈസ തന്നു വിട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച കൊണ്ട് തന്നത് ചന്ദ്രയുടെ പൈസ തന്നിട്ടുണ്ടെങ്കിൽ മിൻസ് ബുക്കിനകത്ത് കാണാം. എനിക്ക് അടുത്ത ആഴ്ച ലോൺ വേണം. ചേച്ചി നോക്കി, എനിക്ക് അടുത്ത ആഴ്ച ലോൺ വേണം. എന്തായാലും നിനക്കല്ലേ ഇതിനകത്ത് 1000 കിടക്കുന്നത്, പെൻഡിങ് കിടക്കുന്നത്. പെൻഡിങ് കിടക്കണം എങ്ങനെ? പെൻഡിങ് കിടക്കാൻ ഞാൻ അവിടെ പൈസ കൊടുത്തു വിട്ടില്ലേ? ഇത് നോക്കങ്ങോട്ട്, ഇത് എന്റെതാണ്. ഇത് വസന്ത ചേച്ചിയുടെ പെൻഡിങ് ആണ് കിടക്കുന്നത്. നിങ്ങൾ ആരെ കുറിച്ച് പറഞ്ഞു? നിങ്ങൾ കഴുത്തുമാരായിരുന്നു തള്ളച്ചിനെ കുറിച്ച് കഴിയാൻ എന്തിനാണ് ഈ പെണ്ണുങ്ങളെ അടിച്ചാക്കിയത്? ഇങ്ങനെ കഴുത്തുമാരെ അറിയാൻ ഞാൻ ഉണ്ടാക്കാനാ? എനിക്ക് അടുത്ത ആഴ്ച ലോൺ വേണം. നിങ്ങൾ പറഞ്ഞു ഈ തൊഴിലുറപ്പുള്ളവരെ ഇതിനകത്ത് തൊലിയെടുപ്പുണ്ടെങ്കിലേ എന്റെ അച്ഛനമ്മ നല്ലതായിട്ട് ഇറങ്ങണില്ല. ഞാൻ അടങ്ങില്ല. ഈ തള്ളത്തിനെ കയറ്റിപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഈ എന്റെ അപ്പൂപ്പ അനുഗ്രഹം തരണേ. ഇവിടെയൊക്കെ 2 എണ്ണത്തിനെയും കൂടെ തൂക്കി അടിക്കാൻ എനിക്ക് അനുഗ്രഹം തരണേ. പോലെ അപ്പൂപ്പ അപ്പൂപ്പ വന്നെങ്കിൽ എനിക്ക് അമ്മൂമ്മ വന്നു. നിനക്ക് പൈസ പോയത് എങ്ങനെയാണെന്ന് അറിയണോ? ചേച്ചിയെ പൈസ വല്ല ഇരിക്കാണ്. എന്റെ പൈസ ഒന്നുമില്ല. എന്റെ ചേട്ടൻ ജോലിക്ക് പോയിട്ട് കുറെ ദിവസങ്ങളായി. ചേച്ചി അത്യാവശ്യം അർജന്റായിട്ട് വേണം ചേച്ചി പൈസ. നിന്റെ പെണ്ണിന്റെ പൈസ ഒക്കെ ഇരിക്കല്ലേ? അവളെ അങ്ങോട്ട് മേടിക്കും. അവളിൽ ഒരു പൈസ അല്ല, മോക്ക് സുഖമല്ല. മോളെ കൊണ്ട് ആശുപത്രി പേര്. കൊച്ചിന് സുഖമല്ലേ? അയൽക്കൂട്ടത്തിലെ പൈസ ഇവിടെ ഇരിപ്പുണ്ട്, ഞാൻ അതെടുത്ത് തരാം. എടാ അടുത്ത ആഴ്ച ഞാൻ കൊണ്ടുവരാല്ലേ. നിന്റെ ഭാര്യയുടെ വായ അറിയാലേ. ഇപ്പൊ നിനക്ക് മനസ്സിലായോ പൈസ പോയത് എങ്ങനെയാണെന്ന്? ചേച്ചി ക്ഷമിക്കണം ചേച്ചി. എന്നോട് ചേച്ചി ഇത്രയും നല്ലൊരു മനസ്സുള്ളത് ചേച്ചിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ചേച്ചി. ഇപ്പൊ മനസ്സിലായല്ലേ അയൽക്കൂട്ടത്തിന്റെ പൈസ എന്തിനൊക്കെയാണ് ഉപകരിക്കുന്നതെന്നുള്ളത്. സന്തോഷം. നീ അങ്ങ് അടങ്ങിയല്ലേ.